കാറൊന്ന് ചൂടായാൽ എല്ലാവരും ആദ്യം നോക്കുന്ന ഒരു സ്ഥലമുണ്ട്, ദ റേഡിയേറ്റർ. റേഡിയേറ്റർ എന്താണെന്ന് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നല്ല ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു കുക്കർ. ഈ കുക്കർ പ്രഷർ റിലീസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇരിക്കും. നല്ല പ്രഷറും ഉണ്ട്, നല്ല ടെമ്പറേച്ചറും ഉണ്ട്. ഈ കുക്കറിൻ്റെ മുകളിലേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറും ഡ്രോപ്പ് ആവും, പ്രഷറും ഡ്രോപ്പ് ആവും. അപ്പോൾ നമ്മുടെ കൂളൻ്റ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇതുപോലെ കൂളൻ്റ് നേരെ എഞ്ചിനിലേക്ക് ചെന്ന് കവർ ചെയ്ത് ഒഴുകും. കൂളൻ്റ് എഞ്ചിനിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത ശേഷം ആ കൂളൻ്റ് നേരെ റേഡിയേറ്ററിലേക്ക് ചെല്ലും. ഈ കൂളൻ്റ് നല്ല ചൂടായിരിക്കും, അത് നേരെ റേഡിയേറ്ററിലേക്ക് ചെല്ലും. ഈ കൂളൻ്റിനെ ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ഫ്ലോ എന്ന് പറയും. ഇനി മുകളിൽ ചെന്നിട്ട് താഴേക്ക് പോകുകയാണെങ്കിൽ ഡൗൺ ഫ്ലോ എന്ന് പറയും. ഈ കൂളൻ്റ്, ചൂടായിട്ടിരിക്കുന്ന കൂളൻ്റ് നേരെ ഇതുവഴി പോകുമ്പോൾ ചെറിയ പൈപ്സിലൂടെ ആയിരിക്കും പോകുന്നത്. ഈ പൈപ്സിലൂടെ ഇങ്ങനെ പോയി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു റേഡിയേറ്റർ ഫാൻ കാണും. ഈ റേഡിയേറ്റർ ഫാൻ തണുത്ത കാറ്റ് അതിലേക്ക് അടുപ്പിക്കും. അങ്ങനെ ഈ കൂളൻ്റ് തണുക്കും, പെട്ടെന്ന് തണുക്കും. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് തണുക്കുന്നത്. ഒന്ന്, ഈ കാറ്റുള്ളതുകൊണ്ടും. രണ്ട്, ഇതിങ്ങനെ ഒരു കണ്ടക്റ്റീവ് ആയിട്ടുള്ള സർഫസിലൂടെ ഒഴുകി പോകുമ്പോൾ ആ ചൂട് ആ സർഫസിലേക്കും ഇത് പരത്തിയായിരിക്കും പോകുന്നത്. അങ്ങനെ ആ തണുത്ത കൂളൻ്റ് ഒരു സൈഡിലേക്ക് ചെല്ലും. ഈ കൂളൻ്റ് നേരെ പിന്നെയും എഞ്ചിനിലേക്ക് ചെല്ലും. ഇതിൻ്റെ അകത്ത് ഈ വെയിറ്റ് ഞാൻ പൊക്കിയില്ലേ, ആ വെയിറ്റിന് പകരമായിട്ട് പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ റേഡിയേറ്ററിൻ്റെ ക്യാപ്സ്. മുകളിൽ കാണുന്ന ക്യാപ്സ് ആണ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നത്. അത് പ്രഷറിനെ റിലീസ് ചെയ്യും. ഇനി എന്തുമാത്രം കൂളൻ്റ് ഇതിലേക്ക് ചെല്ലണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇതിൻ്റെ അകത്തുള്ള തെർമോസ്റ്റാറ്റ് വാൽവ്. ഇതുപോലെ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ എഞ്ചിന് മെയിൻറ്റെയിൻ ചെയ്തു പോകുക എന്നുള്ളതാണ് റേഡിയേറ്ററിൻ്റെ ഉത്തരവാദിത്വം. അല്ലാതെ എഞ്ചിനെ വല്ലാതെ അങ്ങ് തണുപ്പിക്കുക എന്നുള്ളതല്ല. ഒത്തിരി തണുത്താലും പ്രശ്നമാണ്, ഒത്തിരി ചൂടായാലും പ്രശ്നമാണ്. സോ ഇതാണ് റേഡിയേറ്ററിൻ്റെ സിമ്പിൾ വർക്കിംഗ്.